മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം എന്ന അവസ്ഥകൾ പഠിച്ചു. അടുത്ത നമുക്ക് ഇനിയുള്ളത് ഈ ഗ്രഹങ്ങളുടെ ശത്രുമിത്ര ഭാവങ്ങളാണ്. അപ്പൊ അതിൽ ഗ്രഹങ്ങൾ ബന്ധു, സമൻ, ശത്രു എന്നൊക്കെ കാണും. നമുക്ക് സമനില്ല, ബന്ധുവും ശത്രുവാണ്. ബന്ധുവും ശത്രു അല്ലാതെ അവിടെ സമൻ എന്നുള്ള സംഭവം ഇല്ല. അപ്പോൾ അത് നമ്മളുടെ ഇനി അടുത്ത് വരുന്ന 13ാമത്തെ ചാപ്റ്ററിൽ നമ്മളത് വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇത് ഈ ഗ്രഹങ്ങൾ ഏത് ഗ്രഹത്തിന് ഏത് ഗ്രഹം ബന്ധുവാണ് എന്നുള്ളത് അല്ലെങ്കിൽ ശത്രുവാണെന്നുള്ള വിവരം നമുക്ക് ഈ കാണാതെ പഠിച്ചെടുക്കാനത്ത് ബുദ്ധിമുട്ടാണ്. അത് എക്സ്പീരിയൻസ് കൊണ്ടായേ നമുക്ക് പറ്റുള്ളൂ. അത് പറഞ്ഞ് പഠിച്ചാലേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുമ്പോൾ പറയും ശനിക്ക് നൈസർഗിക ശത്രുവാണ് രവി, കാര്യക്കാരാണ്, അവർ പരസ്പര ശത്രുക്കളാണ്. എന്നാലോ ചന്ദ്രന് ശത്രുക്കളേ ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ് ശീലിച്ചാലേ ഇത് ബന്ധു ശത്രു മിത്രങ്ങൾ പഠിക്കും. അല്ലാതെ ഒറ്റയടിക്ക് തന്നെ ഇതങ്ങ് കാണാതെ പഠിച്ചുകളാന്ന് വിചാരിച്ചാൽ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. കാര്യം കുട്ടിയായിരിക്കും പഠിക്കേണ്ടതാണ്. ഇപ്പൊ കുട്ടികളായ ശേഷമാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മൾ വഴിയെ ഈ ബന്ധു ശത്രു മിത്രങ്ങൾ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ ഏറ്റവും കൂടുതൽ തരംതിരിവുള്ള അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ രാശികൾക്കാണ്. ഏറ്റവും കൂടുതൽ തരംതിരിവുള്ളത് അല്ലെങ്കിൽ രാശികൾക്കാണ് ഏറ്റവും കൂടുതൽ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അപ്പോ ഓജരാശി എന്നും യുഗ്മരാശി എന്നും ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി എന്നും കേന്ദ്രരാശികളെന്നും അല്ലെങ്കിൽ ത്രികോണ രാശികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരം രാശികളുണ്ട്. അപ്പൊ ഈ രാശികളെ പറ്റി നമ്മൾ പറയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ 5ാം ഭാവം കൊണ്ടാണ് ഒരാളിന്റെ സന്താന വിഷയത്തെ ചിന്തിക്കുന്നത്. അപ്പൊ 5ാം ഭാവം പുരുഷരാശിയാവുകയും അവിടെ പുരുഷഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സന്താന പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഗർഭപ്രശ്നത്തിൽ നമുക്ക് പറയാൻ പറ്റും അത് പുരുഷ സന്താനമാണ്. അതേപോലെ തന്നെ 5ാം ഭാവം സ്ത്രീരാശിയാവുകയും അവിടെ സ്ത്രീഗ്രഹങ്ങളായ ചന്ദ്രനോ ശുക്രനോ നിന്നാൽ നമുക്ക് പറയാം അത് സ്ത്രീ സന്താനങ്ങളെന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഗർഭപ്രശ്നം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആള് അല്ലെങ്കിൽ നാട് വിട്ടുപോയ ആള് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്ത്രീ പുരുഷ പ്രത്യേകത അറിയേണ്ടതുണ്ട്. അപ്പം ഓജം യുഗ്മം, അതായത് പുരുഷനും സ്ത്രീയും, അതായത് മേടം മുതൽ ഒന്നിടപെട്ടുള്ള രാശികളെ ഓജരാശികൾ എന്ന് പറയും. അതായത് പുരുഷരാശികൾ. മേടം കഴിഞ്ഞാൽ അടുത്തത് ഇടവമല്ല മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം, ഇതെല്ലാം ഓജരാശികളാണ്. അതേപോലെ തന്നെ ഇടവം മുതൽ ഒന്നിടവിട്ടുള്ള രാശികളെ യുഗ്മരാശികൾ അല്ലെങ്കിൽ സ്ത്രീ രാശികൾ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, പഠിക്കാൻ എളുപ്പമാണ്. മേടം മുതൽ ഒന്നിടവിട്ടുള്ള രാശികളെ ഓജരാശികളെന്നും ഇടവം മുതൽ ഒന്നിടവിട്ടുള്ള രാശികളെ യുഗ്മരാശികളെന്നും പറയും. അതിൽ മാത്രമല്ല ഈ ഗർഭ വിഷയത്തിൽ അല്ലെങ്കിൽ സന്താന വിഷയത്തിൽ മാത്രമല്ല, നമ്മൾ ദേവപ്രശ്നത്തിൽ വിഷയത്തിൽ വരുമ്പോൾ ദേവത സ്ത്രീ ദേവതയാണോ പുരുഷ ദേവതയാണോ, അതൊരു വലിയ വിഷയമാണ്. അപ്പൊ അതിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഓജ യുഗ്മങ്ങൾ നമുക്ക് വളരെയധികം സഹായിക്കും. പിന്നെ ഉള്ളത് ചരം സ്ഥിരം ഉഭയങ്ങളാണ്. അതായത് ചരം എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്,
സ്ഥിരരാശി എന്ന് പറഞ്ഞാൽ ഒരിടത്ത് സ്ഥിരമായി നിൽക്കുന്നു. ഉഭയം എന്ന് പറഞ്ഞാൽ കുറച്ച് സഞ്ചരിക്കുകയും കുറച്ച് സ്ഥിരമായി നിൽക്കുകയും ചെയ്യും. അപ്പൊ രണ്ടും കൂടി ചേർന്നതാണ് ഉഭയം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചരരാശി, അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന സംഭവങ്ങളെല്ലാം മുഹൂർത്ത വിഷയത്തിൽ സ്ഥിരരാശിയിൽ ചെയ്യണമെന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും വിവാഹം. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നവരുണ്ട് എങ്കിലും അതല്ല, നമ്മൾ സാധാരണക്കാരുടെ കാര്യം പറയാം. അതേപോലെ വീട് വയ്ക്കും. ഇതെല്ലാം മുഹൂർത്തത്തിൽ സ്ഥിരരാശിയാണെങ്കിൽ അത് ഉത്തമമാണ്. എന്നാൽ നിങ്ങളൊരു വാഹനം വാങ്ങാൻ വരുമ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു, എനിക്കൊരു വാഹനം വാങ്ങണം, ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ ഏതായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വാഹനത്തിന്റെ അല്ലെങ്കിൽ വാഹനം ഇറക്കുന്നതിനുള്ള മുഹൂർത്തം നോക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഉഭയരാശി ആയിരിക്കണം, അല്ലെങ്കിൽ ചരരാശി ആയിരിക്കണം. സ്ഥിരരാശിയാണ് വാഹനം ഇറക്കാനുള്ള മുഹൂർത്തത്തിലാണെങ്കിൽ വീട്ടിൽ വാഹനം ഉണ്ടാവും, വീട്ടിന്റെ ഷെഡിൽ ഭംഗിയായി മൂടി പുതച്ചിട്ടകി. പക്ഷെ അത് ഓടണമെങ്കിൽ എന്ത് വേണം? ചരരാശിയിലാണ്. അപ്പൊ അത് നമ്മളുടെ യുക്തിസഹജമായിട്ടാണ് നമ്മൾ ഈ വ്യക്തിയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഈ മുഹൂർത്ത വിഷയങ്ങൾ എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം. വിവാഹമാണെങ്കിൽ അത് സ്ഥിരരാശിയിലായിരിക്കണം. വീടിന്റെ സ്ഥാനം അല്ലെങ്കിൽ വീടിനെ സംബന്ധമുള്ള വിഷയത്തിൽ വരുമ്പോൾ അതും സ്ഥിരരാശിയിലായിരിക്കും. എന്നാൽ വാഹനമാണ്, അതും ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്ന സംഭവമാണ് സാധാരണക്കാരനെ സംബന്ധിച്ച്. അങ്ങനെയാണെങ്കിൽ അത് ചരരാശിയിലോ അല്ലെങ്കിൽ ഉഭയരാശിയിലോ ആയിരിക്കും. അത് വരുന്ന ആളിന്റെ അല്ലെങ്കിൽ വരുന്ന വിഷയത്തിന്റെ അതിന്റെ ഇതനുസരിച്ച്, വരുന്ന വിഷയം ഏതാണോ അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചരരാശി വേണോ, സ്ഥിരരാശി വേണോ, ഉഭയരാശി വേണോ എന്നുള്ള കാര്യം ചിന്തിക്കും. അപ്പോ മേടം മുതൽ ഒന്നിടവിട്ടുള്ള രാശികളെ ഓജരാശികളെന്നും ഇടവം മുതൽ ഒന്നിടവിട്ടുള്ള രാശികളെ യുഗ്മരാശികളെന്നും. അത് പറയുന്നത് മേടം ചരരാശി, ഇടവം സ്ഥിരരാശി, മിഥുനം ഉഭയരാശി. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നു കർക്കടകം ചരരാശി, ചിങ്ങം സ്ഥിരരാശി, കന്നി ഉഭയരാശി. തുലാം ചരരാശി, വൃശ്ചികം സ്ഥിരരാശി, ധനു ഉഭയരാശി. അതേപോലെ മകരം ചരരാശി, കുംഭം സ്ഥിരരാശി, മീനം ഉഭയരാശി. എല്ലാ കോണരാശികളും, അതായത് 4 മൂലയ്ക്ക് വരുന്ന രാശികളെല്ലാം ഉഭയരാശികളായിരിക്കും. അതായത് ധനു, മീനം, മിഥുനം, കന്നി, ഇതാണ് കോണരാശികൾ. എല്ലാ കോണരാശികളും ഉഭയരാശികളായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നത്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ തീർക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ആവർത്തിച്ച് സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഈ 2 വിഷയങ്ങൾ നമുക്ക് പെൻഡിങ്ങിൽ വന്നത്. അടുത്ത നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ്. ഇന്ന് നമുക്ക് 3ാമത്തെ ചാപ്റ്ററാണ്. അപ്പൊ അതിൽ രാശിവന്ദനമെന്നും ഗ്രഹവന്ദനമെന്നും കാണാം. അപ്പൊ ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് അയാൾ രാശിവന്ദനവും ഗ്രഹങ്ങളുടെ വന്ദനവും പരദേവത അല്ലെങ്കിൽ കുലദേവതയുടെ പിൻബലവും അതേപോലെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് അയാൾക്ക് ശോഭിക്കാൻ കഴിയൂ. ആരായിരുന്നാലും ശരി, ഏത് വ്യക്തിയായിരുന്നാലും ശരി, അയാൾക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഫീൽഡിൽ ശോഭിക്കണമെങ്കിൽ അയാൾക്ക് അയാളുടെ പരദേവത, കുലദേവത എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ അനുഗ്രഹവും അതേപോലെ ഉപാസനാമൂർത്തിയുടെ പിൻബലവും പിന്നെ ഈ 12 രാശികളെയും അതേപോലെ നവഗ്രഹങ്ങളെയും 27 നക്ഷത്രങ്ങളെയും വന്ദിക്കണമെന്നാണ്. ഇത് പറയാൻ കാര്യം, നിങ്ങൾ ഒരു ജാതക രചനയിൽ ഇരിക്കുമ്പോൾ പല ആചാര്യങ്ങളും എൻ്റെ ഗുരുനാഥൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള വിവരമാണ്. നമ്മളൊരു ജാതക രചനയിൽ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കലിയുഗത്തിലാണ്.
അപ്പൊ കലിയുഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതകത്തിൽ എന്തെല്ലാം ദോഷഫലങ്ങളുണ്ടോ അത് അനുഭവത്തിൽ വരികയും ജാതകത്തിലെ ഗുണഫലങ്ങളെല്ലാം അനുഭവത്തിൽ വരാതിരിക്കും. യോഗങ്ങളെല്ലാം പല, അതായത് 150 പരം യോഗങ്ങളുണ്ട്. കേസരി യോഗം, അങ്ങനെ കുറെ ഗജകേസരി യോഗം, അല്ലെങ്കിൽ രുചി യോഗം എന്ന് പറയുന്ന കുറെ യോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളൊന്നും നമുക്ക് ഇന്നത്തെ ഈ കലിയുഗത്തിൽ നമുക്ക് അനുഭവവേദ്യമാകാറില്ല. പിന്നെയോ ജാതകത്തിൽ എന്തെല്ലാം ദോഷഫലങ്ങളുണ്ടോ അത് നമുക്ക് വന്നു ചേരും. അതുകൊണ്ട് നിങ്ങളൊരു ജാതക രചനയ്ക്കിരിക്കുമ്പോൾ നല്ല ഫലങ്ങളെ പെരുപ്പിച്ചു പറയുകയും ദോഷഫലങ്ങളെ കുറച്ചു പറയുകയും ചെയ്യണം. കാര്യം, ഒരു ജാതക രചനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 27 നക്ഷത്രങ്ങളെയും 12 രാശികളെയും നവഗ്രഹങ്ങളെയും വന്ദിക്കുകയും അതേപോലെ നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ പിൻബലവും പരദേവത അല്ലെങ്കിൽ കുലദേവതാ സങ്കല്പം, അതായത് നമ്മളെ എപ്പോഴും സഹായിക്കാനിരിക്കുന്ന ദേവതയാണ് പരദേവത അല്ലെങ്കിൽ കുലദേവത. എല്ലാ കുടുംബത്തിലും ഹൈന്ദവാചാരപ്രകാരം നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാ കുടുംബത്തിലും അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ കുടുംബത്തിൽ ഒരു ആരാധന സമ്പ്രദായം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അവിടെ ഒരു മന്ത്രമൂർത്തി യോഗീശ്വര സങ്കല്പവും ഉണ്ടായിരിക്കും. അപ്പൊ അവരാണ് നമ്മളുടെ സഹായിക്കാനുള്ളത്. അവരെ നമ്മൾ പരിഗണിക്കാതെ തിരുപ്പതിയിൽ കൊണ്ടുവന്ന് 100 അല്ലെങ്കിൽ 1 കോടി രൂപയുടെ സ്വർണ്ണ കിരീടം നമ്മൾ സമർപ്പിച്ചിട്ട് കാര്യം നമ്മൾ സഹായിക്കാനുള്ളതാണ് നമ്മളുടെ പരദേവത അല്ലെങ്കിൽ കുലദേവത. അവരെല്ലാരും കൂടി നമ്മൾ ഇതേപോലെ വന്നിച്ച് അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഇരിക്കുമ്പോൾ അവരെല്ലാം നമ്മളുടെ മേശയ്ക്ക് ചുറ്റും വരും. ജ്യോതിഷൻ പറയുന്ന കാര്യങ്ങൾ സത്യമായി ഭവിക്കാൻ അവർ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ അവർ കാലചക്രത്തിൽ അത് രേഖപ്പെടുത്തിയിടും. കാര്യം എന്താണ്? ജ്യോതിഷൻ പറയുന്ന കാര്യം അതേപടി നടക്കാൻ വേണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല ഫലങ്ങളെ പെരുപ്പിച്ചും ദോഷഫലങ്ങളെ കുറച്ചു പറയണമെന്നും പറയുന്ന കാര്യം. അപ്പം രാശിയിൽ ഏറ്റവും ആദ്യത്തെ രാശിയാണ് മേടം രാശി. അപ്പം ഓം മേഷായ നമഃ, നമ എന്നെഴുതിയിട്ട് 2 വിസർഗം അല്ലെങ്കിൽ 2 പൂജ്യം, ചെറിയ പൂജ്യം നമ്മൾ ആ തുടങ്ങി അമ്മരെ പറയുമ്പോൾ അതിന് നമ ഹ എന്നുള്ള എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ എന്ന് പറയും, ചിലർ നമ ഹ എന്നും പറയും. അപ്പം ഓം മേഷായ നമഃ, ഓം വൃഷഭായ നമഃ, ഓം മിഥുനായ നമഃ, ഓം കർക്കിയേ നമഃ, ഓം സിംഹായ നമഃ, ഓം കന്യായേ നമഃ, ഓം തൗലിയെ, തൂലിയെ അല്ല തൗലിയെ, ചുറ്റിക്കെട്ട് അടയാളം ഇടണം. ഓം തൗലിയേ നമഃ, ഓം വൃശ്ചികായ നമഃ, ഓം ധനുഷേ നമഃ, ഓം മകരായ നമഃ, ഓം കുംഭായ നമഃ, ഓം മീനായ നമഃ. ഇത് നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആരാധന നടത്തുന്ന സമയത്ത് ഇതെല്ലാം പറയാം. ഇപ്പോൾ രാശിവന്ദനം കഴിഞ്ഞാൽ അടുത്ത് ഗ്രഹവന്ദനം. ഓം സൂര്യായ നമ, ഓം ചന്ദ്രായ നമ, ഓം മംഗളായ നമ, ഓം ബുധായ നമ, ഓം ബൃഹസ്പതയ നമ, ഓം ശുക്രായ നമ, ഓം ശനൈശ്വരായ നമ, ഓം രാഘവേ നമ, രാഹുവേ നമയല്ല, ഓം രാഘവേ നമ, ഓം കേതവേ നമ, ഓം ഗുളികായ നമ. ചില സ്ഥലങ്ങളിൽ ഗുളികനെ ആരും ആചരിക്കാറില്ല, എങ്കിലും നമ്മളെ തെക്കൻ ദേശത്തെല്ലാം ഈ ഗുളികനെ ആചരിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് ഈ രാശിയും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. ഇത് കഴിഞ്ഞു, ഗ്രഹവന്ദനവും രാശിവന്ദനവും കഴിഞ്ഞു. പിന്നെ ഉള്ളത് 27 നക്ഷത്രങ്ങളാണ്. അപ്പം സർവ നക്ഷത്രേഭ്യോ നമ എന്ന് ചൊല്ലാം. എല്ലാ നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞില്ലെങ്കിലും സർവ നക്ഷത്രേഭ്യോ നമ, സർവരാശിയേഭ്യോ നമ, സർവഗ്രഹേഭ്യോ നമ എന്നും പറയാം. അത് നമ്മളുടെ യുക്തി അനുസരിച്ച്. നമ്മൾ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം പഠിച്ചത് രാശിചക്രവും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് പഠിച്ചത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ രാശിചക്രവും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധവും അതേപോലെ രാശിചക്രവും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധവും കൂടി കൂട്ടിച്ചേരുമ്പോഴാണ്
ജ്യോതിഷത്തിന്റെ ഒരു നല്ലൊരു ഭാഗം മാറുന്നത്. അപ്പോ നമുക്കറിയാം 27 നക്ഷത്രങ്ങളാണുള്ളത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ. അപ്പൊ ഈ 27 നക്ഷത്രങ്ങളെ 12 രാശികൾക്കുള്ളിലേക്ക് നമ്മൾ ഒതുക്കുമ്പോൾ നമുക്ക് 12 രാശിയേ ഉള്ളൂ, 27 നക്ഷത്രങ്ങളാണുള്ളത്. അപ്പോ 12 രാശിക്കുള്ളിൽ 27 നക്ഷത്രങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ 27 ഭാഗം 12 എന്ന് പറയുമ്പോൾ 2.5 എന്നോ 2.25 എന്നൊക്കെ പറയും. അതായത് ഒരു രാശിക്കുള്ളിൽ 2.25 നക്ഷത്രം. അപ്പോ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും ഓരോ നക്ഷത്രങ്ങളാണ്. അതായത് ഓരോ ദിവസവും ചന്ദ്രൻ ഓരോ നക്ഷത്രത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് അന്ന് ഇന്ന നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാഴിക വിനാഴിക കണക്കിൽ പറയുമ്പോൾ ഒരു നക്ഷത്രം, അത് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഒരു നക്ഷത്രത്തിന്റെ ശരാശരി നാഴിക എന്ന് പറഞ്ഞാൽ 60 നാഴിക, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ. ഈ 60 നാഴികയുള്ള നക്ഷത്രത്തിന് 4 പാദങ്ങളും അല്ലെങ്കിൽ 4 പാർട്ടുകളും, അല്ലെങ്കിൽ 60 നാഴികയുള്ള ഒരു നക്ഷത്രത്തിനെ തുല്യമായ 4 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതായത് ഒന്നാമത്തെ നാഴിക മുതൽ 15ാമത്തെ നാഴിക വരെ നക്ഷത്രത്തിന്റെ കാൽഭാഗം. അപ്പം ഒരു നാഴിക മുതൽ 15 നാഴിക വരെ നക്ഷത്രത്തിന്റെ കാൽഭാഗമെന്നും 15 നാഴിക മുതൽ 30 നാഴിക വരെ നക്ഷത്രത്തിന്റെ 2ാം പാദം അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ പകുതി എന്നും 30 നാഴിക മുതൽ 45 നാഴിക വരെ നക്ഷത്രത്തിന്റെ 3ാം പാദം അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ 1/4 ഭാഗമെന്നും 45 നാഴിക മുതൽ 60 നാഴിക വരെ നക്ഷത്രത്തിന്റെ 4ാം പാദം അല്ലെങ്കിൽ നക്ഷത്രം പൂർണ്ണമായെന്നും പറഞ്ഞു. അപ്പൊ ഓരോ പാദത്തിനും 15 നാഴികയാണ്. അങ്ങനെയുള്ള 60 നാഴിക ചേർന്നതാണ് ഒരു നക്ഷത്രത്തിന്റെ ശരാശരി ദൈർഘ്യം നാഴികയിൽ. അപ്പോൾ ഒന്നാമത്തെ നാഴിക മുതൽ 1 മുതൽ 15 നാഴിക വരെ 1ാം പാദമെന്നും 15 മുതൽ 30 നാഴിക വരെ 2ാം പാദമെന്നും 30 മുതൽ 45 നാഴിക വരെ 3ാം പാദമെന്നും 45 നാഴിക മുതൽ 60 നാഴിക വരെ നക്ഷത്രത്തിന്റെ 4ാം പാദമെന്നും പറയും. ഇത് നാഴികയിൽ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ നാഴികയിൽ പറയുന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇവിടെ രാശിക്കുള്ളിൽ നമ്മൾ പറഞ്ഞു 27 നക്ഷത്രങ്ങളെ 12 രാശിക്കുള്ളിലേക്ക് കൊണ്ടുവന്നപ്പോ ഓരോ രാശിയിലും 2.25 നക്ഷത്രം വീതം എന്ന് പറഞ്ഞു. അപ്പൊ നാഴികയിലുള്ള ദൈർഘ്യം നമ്മൾ പറഞ്ഞു എത്ര? 60 നാഴിക എന്ന് പറഞ്ഞു. വീണ്ടും നമുക്ക് രാശിയിലേക്ക് വരാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു രാശി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അതായത് 30 ഡിഗ്രി വീതമുള്ള 12 രാശികൾ ചേർന്നതാണ് രാശിമണ്ഡലം അല്ലെങ്കിൽ കാലചക്രം. അപ്പൊ ഓരോ രാശിക്കുടെയും ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഈ 30 ഡിഗ്രിയുള്ള ഒരു രാശിക്കുള്ളിൽ 2.25 നക്ഷത്രം ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ 27 നക്ഷത്രങ്ങളെ 12 രാശികൾക്കുള്ളിലേക്ക് നമ്മൾ അടക്കം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു രാശിക്കുള്ളിൽ ഇത് എപ്പോഴും ബൈഹാർട്ടായിരിക്കണം, ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു രാശിയിൽ നക്ഷത്രത്തിന്റെ ദൈർഘ്യം എത്ര? നാഴികയിൽ പറഞ്ഞു ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം 60 നാഴിക എന്ന് പറഞ്ഞു. എന്നാൽ ഒരു രാശിക്കുള്ളിൽ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം എത്രയെന്ന് പറഞ്ഞാൽ, ഒരു രാശിയുടെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്.
30 ഡിഗ്രിയുള്ള ഒരു രാശിക്കുള്ളിൽ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 13 ഡിഗ്രി 20 കല. 13 ഡിഗ്രി 20 കല. അപ്പൊ എങ്ങനെയാണ് ഈ കല എന്ന് പറയുന്നത്? ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഭാഗ എന്ന് പറഞ്ഞാൽ 60 കലയാണ്. എങ്ങനെ? 60 സെക്കൻഡ് 1 മിനിറ്റ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ 60 മിനിറ്റ് 1 മണിക്കൂർ എന്ന് പറയുന്നത് പോലെ. നമുക്കെല്ലാം മണിക്കൂർ എല്ലാം സമയത്തിന്റെ കണക്കാണ്. അപ്പോ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 കലയാണ്. അപ്പൊ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 13 ഡിഗ്രി. ഒരു രാശിക്കുള്ളിൽ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 13 ഡിഗ്രി 20 കല. ഈ 13 ഡിഗ്രി 20 കലയുള്ള നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. നേരത്തെ നാഴികയിൽ പറഞ്ഞതുപോലെ 1 മുതൽ 15 വരെ 1-ാം നാഴികയെന്നും, 15 മുതൽ 30 വരെ 2-ാം നാഴിക അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ പകുതി എന്നും, 30 മുതൽ 45 നാഴിക വരെ നക്ഷത്രത്തിന്റെ 3-ാം പാദമെന്നും, 45 മുതൽ 60 വരെ നാഴിക എന്ന് പറയുന്നത് നക്ഷത്രത്തിന്റെ 4-ാം പാദം എന്ന് പറയുന്നത് പോലെ 30 ഡിഗ്രിയുള്ള ഒരു രാശിക്കുള്ളിൽ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം 13 ഡിഗ്രി 20 കലയെന്നും, ഈ 13 ഡിഗ്രി 20 കലയുള്ള നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. അപ്പൊ അത് 13 ഡിഗ്രി 20 കല അല്ലെങ്കിൽ 20 ഭാഗ എന്ന് പറയുന്ന ഒരു നക്ഷത്ര ദൈർഘ്യത്തിൽ 4 പാദങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ 1-ാം പാദം എന്ന് പറഞ്ഞാൽ 3 ഡിഗ്രി 20 കല. ഇത് നക്ഷത്രത്തിന്റെ കാൽഭാഗമാണ്, 3:20. അപ്പോ ഈ 3 ഡിഗ്രി 20 ഭാഗ എന്ന് പറയുന്ന ആ ഒരു കാൽഭാഗത്തിന്റെ കൂടെ ഒരു കാൽഭാഗം കൂടിയായ 3:20 കൂട്ടുമ്പോ നക്ഷത്രത്തിന്റെ പകുതിയായി 6:40. ഈ 6:40ന്റെ കൂടെ ഒരു കാൽഭാഗമായ 3:20 കൂടി കൂട്ടുമ്പോൾ നക്ഷത്രത്തിന്റെ 3/4 ഭാഗമാണ്. അത് 10 ഡിഗ്രിയാണ്. ആ 10 ഡിഗ്രിയുടെ കൂടെ ഒരു കാൽഭാഗമായ 3:20 കൂടെ കൂട്ടുമ്പോൾ 13:20 അങ്ങനെ ഒരു നക്ഷത്രത്തിന്റെ രാശിയിലുള്ള ദൈർഘ്യമായി. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരുന്നത് 6:40 എന്ന് പറയുന്ന പകുതിയോടുകൂടി 3:20 എന്ന് പറയുന്ന കാൽഭാഗം കൂടി കൂട്ടുമ്പോൾ നക്ഷത്രത്തിന്റെ 3/4 ഭാഗമായി അതെങ്ങനെ 10 ആയെന്ന്. അതായത് 6 മണിക്കൂർ 40 മിനിറ്റും 3 മണിക്കൂർ 20 മിനിറ്റും നമ്മൾ കൂട്ടിയാൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് കിട്ടും? നിങ്ങളോട് ചോദിച്ചതാണ്. ആരെങ്കിലും പറയണം. 6 മണിക്കൂർ 40 മിനിറ്റിനോട് 3 മണിക്കൂർ 20 മിനിറ്റ് കൂട്ടിയാൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് കിട്ടും? 9:60. നമ്മൾ 9 മണിക്കൂർ, അപ്പൊ 10 തന്നെ വരെ 10. അതായത് 9 മണിക്കൂർ 60 മിനിറ്റ് നമ്മൾ പറയാറില്ല. അതെ അതെ. അപ്പൊ 10 മണിക്കൂർ എന്നേ പറയൂ. അതെ അതെ. അപ്പൊ ഈ നക്ഷത്രത്തിന്റെ 3/4 ഭാഗം 10 ഡിഗ്രി വന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു സംശയം മാറിയല്ലോ എല്ലാവർക്കും. നക്ഷത്രത്തിന്റെ 3/4 ഭാഗം 10 ഡിഗ്രി എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയം വരും. കാര്യം എങ്ങനെ 6:40ന്റെ കൂടെ 3:20 കൂട്ടുമ്പോൾ 10 ഡിഗ്രി എന്ന് പറഞ്ഞു, അതെങ്ങനെ സംഭവിച്ചു? അതായത് നമുക്ക് സമയത്തിന്റെ കണക്കാണെന്ന് പറഞ്ഞു. അതായത് 6:40 എന്ന് പറയുന്ന പകുതി നക്ഷത്രത്തിന്റെ പകുതിയോടുകൂടി നക്ഷത്രത്തിന്റെ കാൽഭാഗമായ 3:20 കൂട്ടുമ്പോൾ, അതായത് 6 മണിക്കൂർ 40 മിനിറ്റിനോട് 3 മണിക്കൂർ 20 മിനിറ്റ് കൂട്ടുമ്പോൾ സാധാരണ 10 മണിക്കൂർ എന്നാണ് പറയും. 9 മണിക്കൂർ 60 മിനിറ്റ് എന്നല്ല. ക്ലിയർ? അപ്പോ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം 13:20. രണ്ടാമത്തെ നക്ഷത്രത്തിന്റെ ദൈർഘ്യം 13:20. അപ്പൊ എത്രയായി? 26:40.
ബാക്കി എത്രയുണ്ട്? ഒരു നക്ഷത്രത്തിന്റെ കാൽഭാഗം. അതായത് മേടം രാശിയിൽ നമ്മൾ എടുക്കുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും ചേർന്നതാണ് മേടം രാശിയിൽ വരുന്ന നക്ഷത്രം. അശ്വതി 13-20, ഭരണി 13-20 26-40 പിന്നെയാണല്ലോ കാർത്തികയുടെ കാൽഭാഗമായ 3-20. ഇതും കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 13-20 കൂടെ കൂട്ടുമ്പോൾ 30 ആയില്ലേ? 30 ഡിഗ്രി ആയില്ലേ? ആയി സർ. ആയി. അപ്പൊ ഇത് ഒരു ജ്യോതിഷൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഈ സംഭവം. അതായത് ഒരേ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പാദങ്ങൾ എത്രയൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാലെന്ന് പറയും. അപ്പോ ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു രാശിയിൽ എത്ര നക്ഷത്രപാദങ്ങൾ ഉണ്ടാവും? 108 സർ. ഒരു രാശിയിലെ കണക്കാണ് ചോദിച്ചത്. ഒരു രാശിയിൽ എത്ര നക്ഷത്രപാദങ്ങൾ ഉണ്ടാവും? 9 നക്ഷത്രപാദങ്ങൾ ഉണ്ടാവും. കാര്യം അശ്വതിയുടെ 4 പാദങ്ങൾ, ഭരണിയുടെ 4 പാദങ്ങൾ, അപ്പൊ 8 ആയി. കാർത്തികയുടെ കാൽഭാഗം. അങ്ങനെ ഒരു രാശിയിൽ 9 നക്ഷത്രപാദങ്ങൾ. അങ്ങനെ 12 രാശിയിലും കൂടി കൂട്ടുമ്പോൾ എത്ര നക്ഷത്രപാദങ്ങൾ വരും? 108. നമ്മള് ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ കബഡി ഉപയോഗിക്കുമ്പോൾ ആ കബഡിയുടെ എണ്ണം എന്ന് പറയുന്നത് 108. ഈ വിമർശകരാരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ 108 കബഡിയെ ഈ കബഡി പ്രശ്നത്തിൽ ഉപയോഗിക്കുന്നത്? എന്താണ്? 27 നക്ഷത്രങ്ങളുടെ 4 പാദങ്ങളായ 108 പാദങ്ങളെ സങ്കല്പിച്ചാണ് എന്താണ് നമ്മൾ 108 കബഡിയെ ഉപയോഗിക്കും. അപ്പൊ 12 രാശിയിലും കൂടി ഒരു രാശിയിൽ നക്ഷത്രത്തിന്റെ 9 പാദങ്ങളുണ്ട്. അങ്ങനെ 12 രാശികളിലും കൂടി 108 നക്ഷത്ര പാദങ്ങളുടെ സിമ്പലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 108 കബഡിയെ ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്തുള്ളത് ഇടവൻ രാശി. ഇടവൻ രാശിയിലാണെങ്കിലോ കാർത്തിക നക്ഷത്രത്തിന്റെ 3/4, അതായത് 10 ഡിഗ്രി. രോഹിണി നക്ഷത്രത്തിന്റെ ഫുള്ളായിട്ട് അപ്പൊ എത്രയായി? 13-20. 13-20. 13-10 23-20. അവിടെ ഇനി 60 ആവണമെങ്കിൽ നക്ഷത്രത്തിന്റെ പകുതി കൂടി, 30 ആകണമെങ്കിൽ നക്ഷത്രത്തിന്റെ പകുതി കൂടി വേണം. അപ്പോ ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തികയുടെ 3/4, രോഹിണിയും മകയിരത്തിന്റെ 1/2. അപ്പോ ഒരു ചെറിയൊരു സംശയം. ഒരു കുട്ടി കാർത്തിക നക്ഷത്രം ജനിച്ചു എന്ന് പറഞ്ഞു. അപ്പോ സാധാരണ പഴമക്കാർ ചോദിക്കും ഏത് കൂറിലാണെന്ന് ചോദിക്കും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ പഴയ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ചോദിക്കും ഏത് കൂറിലാണ് ജനിച്ചത്. എന്തായിരിക്കും അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ഏത് രാശിയാണ്? അതായത് കാർത്തിക നക്ഷത്രം വരുന്നത് മേടം രാശിയിലും ഇടവൻ രാശിയിലുമാണല്ലോ. അപ്പോ ചന്ദ്രൻ മേടം രാശിയിൽ നിൽക്കുമ്പോൾ കാർത്തികയുടെ കാൽഭാഗം, ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ കാർത്തികയുടെ 3/4 ഭാഗം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത് ഏത് കൂറിലാണ്? അതായത് ചന്ദ്രൻ മേടം രാശിയിൽ നിന്നപ്പോഴാണോ അതോ ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിന്നപ്പോഴാണോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അതിന്റെ കാരണം എന്തായിരിക്കും? മനസ്സിലായില്ല സാറേ. മനസ്സിലായില്ല.
ആ. കാർത്തികയുടെ സ്വഭാവം മാറുമോ സർ രണ്ടിലും? അതായത് കാർത്തിക നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പം പഴമക്കാർ ചോദിക്കും ഏത് കൂറിൽ? കൂറെന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ അവസ്ഥ. അപ്പൊ ചന്ദ്രൻ മേടം രാശിയിൽ നിന്നപ്പോഴാണോ ജനനം, അല്ലെങ്കിൽ ചന്ദ്രൻ ഇടവം രാശിയിൽ നിന്നപ്പോഴാണോ ജനനം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് കാർത്തികയുടെ കാലിലാണോ കാർത്തികയുടെ മുക്കാലിലാണോ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? ജനന സാർ, സമയം അറിയാം. ഇല്ല സാർ, അങ്ങനെയാണെങ്കിൽ രാശിഘട്ടം നോക്കിയിട്ട് പറഞ്ഞുകൂടെ നമുക്ക്? ചന്ദ്രൻ നിൽക്കുന്നതാണല്ലോ രാശി. അപ്പൊ അതങ്ങോട്ട് കൂറായിട്ട് എടുത്തുകൂടെ? അതെ, അവർ ചോദിച്ചത് ഏത് കൂറിൽ, മേടക്കൂറിലാണോ ഇടവക്കൂറിലാണോ? ചന്ദ്രൻ ഇടവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇടവക്കൂർ എന്ന് പറഞ്ഞേക്കും. കാർത്തികയുടെ മുക്കാൽ പകലാണ് ജനിച്ചെന്ന് പറയും. അത് മാത്രമാണോ അവരുടെ ഉദ്ദേശശുദ്ധി? അതാണോ? മുക്കാൽ ഭാഗത്തിലാണോ കാൽ ഭാഗത്തിലാണോ എന്നുള്ളതാണോ അവരുടെ ഉദ്ദേശശുദ്ധി? അല്ല. ചന്ദ്രന്റെ മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും ഏത് രാശിയാണ്? ചന്ദ്രന്റെ മൂലക്ഷേത്രം വന്നിട്ട് ഇടവാ സാർ. ഉച്ച ഇടവം. അപ്പോ ഉച്ചരാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചതാണോ നല്ലത്, അതോ ഉച്ചരാശിയിൽ അല്ലാതെ ചന്ദ്രൻ നിന്നപ്പോൾ ജനിച്ചതാണോ നല്ലത്? ഇടവമാണ് നല്ലത്. ഉച്ചരാശി. അപ്പം ചന്ദ്രന്റെ ഉച്ചരാശിയായ ഇടവം രാശിയിലാണ് കൂറെങ്കിൽ എന്താണ്? കാർത്തികയുടെ കാൽ ജനിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി മെച്ചമാണ്, അല്ലെങ്കിൽ വളരെ മെച്ചമാണ് എന്ത്? ഇടവൻ രാശിയിൽ ഉച്ചരാശിയിൽ ജനിക്കുന്നതല്ലേ? അതെ. പക്ഷെ ചന്ദ്രന്റെ ഉച്ചക്ഷേത്രവും ഇടവം തന്നെയല്ലേ സാറേ? മൂലക്ഷേത്രവും സ്വക്ഷേത്രം കർക്കടകം, ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മൂലക്ഷേത്രവും ഇടവും ഉച്ചക്ഷേത്രവും ഇടവും തന്നെ. ഇടവും തന്നെയാ സാർ. ഡിഗ്രിയിലുള്ള വ്യത്യാസം വരുന്നല്ലേ സാർ? ഡിഗ്രിയിൽ ആദ്യത്തെ 3 ഡിഗ്രി ആണെങ്കിൽ ഏത്? ഉച്ചക്ഷേത്രം. ബാക്കി 27 ഡിഗ്രിയും മൂലക്ഷേത്രമാണ്. എങ്കിൽ നമ്മൾ പറയും ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഉച്ചക്ഷേത്രത്തിന്റെ, മൂലക്ഷേത്രത്തിന് മുക്കാൽ ബലമെങ്കിലും ഉച്ചക്ഷേത്രത്തിന് പൂർണ്ണ ബലം. അപ്പൊ ഒരു കാൽഭാഗത്തിന്റെ ബലക്കുറവേ ഉള്ളൂ ചന്ദ്രൻ. അപ്പൊ ഇടവൻ രാശിയിൽ മൊത്തത്തിൽ ചന്ദ്രന്റെ ഉച്ചരാശി എന്ന് പറയും. അപ്പൊ അവർ ചോദിച്ചെന്ന് വെച്ചാൽ ചന്ദ്രൻ ഉച്ചനാണെങ്കിൽ ഫലം വേറെ അല്ലേ? അതെ അതെ അതെ. ഒരു സംശയം ചോദിച്ചോട്ടെ? അപ്പോ മേടമായി ഇടവമായി അടുത്ത് മിഥുനം. മിഥുനത്തിൽ പറയുമ്പോൾ മകരത്തിന്റെ അരയും തിരുവാതിരയും പുണർത്തിന്റെ മുക്കാൽ ഭാഗവും. അടുത്ത് കർക്കിടകം വരുമ്പോ പുണർത്തിന്റെ കാൽ ഭാഗവും പൂയവും ആയില്യവും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ 9 നക്ഷത്രങ്ങളും 4 രാശികളും ഒരുമിച്ച് തുടങ്ങുകയും ഒരുമിച്ച് അവസാനിക്കുകയും തുടങ്ങും അല്ലേ? 4 രാശി മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അതിൽ 9 നക്ഷത്രങ്ങൾ. അശ്വതി മുതൽ ഏതുവരെ ആയില്യം വരെയുള്ള 9 നക്ഷത്രങ്ങൾ ഒരുമിച്ച് തുടങ്ങുകയും ഒരുമിച്ച് അവസാനിക്കുകയും ചെയ്യും. അതിനെ പറയും ഒരു ഖണ്ഡത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഖണ്ഡത്തിന്റെ അന്ത്യം. അങ്ങനെ 3 ഖണ്ഡങ്ങളാണല്ലോ. ചിങ്ങം, കന്നി, തുലാം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്ന് പറയുന്ന അടുത്ത 2ാമത്തെ ഖണ്ഡവും, ധനു, മകരം, കുംഭം, മീനം എന്ന് പറയുന്ന അടുത്ത 3ാമത്തെ ഖണ്ഡവും. അങ്ങനെ 3 ഖണ്ഡങ്ങളാണുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഖണ്ഡത്തിന്റെ അന്ത്യമാണ്, അല്ലെങ്കിൽ തുടക്കവും അന്ത്യവും ഒരുമിച്ചാണ് അല്ലേ? അതിനെ പറയും ഈ ഖണ്ഡത്തിന്റെ അന്ത്യത്തിനെയാണ് നമ്മൾ പറയുന്നത് ഗണ്ഡാന്തം. ഏറ്റവും വലിയ നവദോഷങ്ങളിൽ ഏറ്റവും വലിയ ദോഷമാണ് ഗണ്ഡാന്തം. ശാസ്ത്രം പറഞ്ഞത് ഗണ്ഡാന്ത ഉഷ്ണാദി സമയെ പ്രശ്നസ്യാൽ അശുഭപ്രദ വിശേഷതോ അഗ്നിപതനം ബാലസ്യ ഗൃഹനാശനം. അപ്പൊ ഒരു ക്ലിയർ ആയില്ല. അതായത് ഒരു ഖണ്ഡത്തിന്റെ അന്ത്യത്തിനെയാണ് ഗണ്ഡാന്തം എന്ന് പറയുന്നത്. അപ്പോൾ 3 ഖണ്ഡങ്ങളാണുള്ളത്. 4 രാശികൾ വീതമുള്ള 3 ഖണ്ഡങ്ങൾ. അത് 9 നക്ഷത്രങ്ങൾ വീതമുള്ള 3 ഖണ്ഡങ്ങൾ. അപ്പോ ഈ ഗണ്ഡാന്തം എന്ന് പറഞ്ഞാൽ
അതായത് ഇത്രയേ ഉള്ളൂ. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങളുടെ ആദ്യത്തെ 15 നാഴികയും, എവിടെയെങ്കിലും നോട്ട് ചെയ്യണം. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങളുടെ ആദ്യത്തെ 15 നാഴികയും, ആയില്യം, കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളുടെ അവസാനത്തെ 15 നാഴികയും ഗണ്ടാന്തമാണ്. ഇല്ല സർ, ഫസ്റ്റ് നമുക്ക് ഗണ്ടാന്തത്തിലുള്ള ജനനം അല്പായുസ. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങളുടെ ആദ്യത്തെ 15 നാഴികയും, ആയില്യം, കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളുടെ അവസാനത്തെ 15 നാഴികയും ഗണ്ടാന്തമാണ്. രണ്ടാമത്തെ നക്ഷത്രം ആയില്യം, കേട്ട, രേവതി. ശരി സർ. അപ്പൊ ഇത് നിങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ എത്ര നക്ഷത്രപാദങ്ങൾ വരും എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഹോംവർക്കായിട്ട് ചെയ്യണം. എങ്കിലേ അത് മനസ്സിൽ എഴുതി ഒരു പ്രാവശ്യമെങ്കിലും എഴുതിയാൽ മാത്രമേ നമ്മളെ മനസ്സിൽ നിൽക്കൂ. അപ്പം എത്ര ഉറക്കത്തിൽ തട്ടി ഉണർത്തി വിളിച്ച് ചോദിച്ചാലും ശരി, ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ മകം, പൂരം, ഉത്രത്തിൽ കാല് എന്നുള്ള ബോധം വേണം. എങ്കിൽ മാത്രമേ ഒരു കുട്ടി ഒരു നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ സ്ഥിതി എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ജ്യോതിഷിന് മനസ്സിലാക്കാൻ പറ്റും. അത് സാർ, ഇപ്പോ കുട്ടികൾ ജനിക്കുമ്പോൾ പൊതുവെ മലയാള മാസത്തിലാണല്ലോ പറയുന്നത്. അപ്പൊ മലയാള മാസം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചന്ദ്രനെ വന്നിട്ട് ആ രാശിക്കട്ടത്തിൽ കൊണ്ടേ വെക്കല്ലോ സാറേ? അല്ല, സാധാരണ ഇപ്പൊ കൂടുതലും ഈ ഹോസ്പിറ്റലിലെ ഡെലിവറി ആയതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷ് തിയറി ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അതിന് നമ്മൾ മലയാള മാസത്തിലേക്ക് അല്ലെങ്കിൽ മലയാള വർഷത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അവർ പറയുന്നത് ഇന്നാണെങ്കിൽ 24/10/2025 ഉച്ചയ്ക്ക് 2:10 ജനനം. കാര്യം ബർത്ത് സർട്ടിഫിക്കറ്റിൽ മലയാളം തീയതി അല്ലല്ലോ എഴുതുന്നത്, ഇംഗ്ലീഷ് തീയതിയും ടൈമുമാണ് എഴുതുന്നത്. അപ്പൊ നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ ഈ 24 അല്ലെങ്കിൽ 23/10/2025 എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണെന്നും അത് തുലാമാസം 6-ാം തീയതിയാണെന്ന് നമ്മൾ കണ്ടെത്തണം. പഞ്ചാംഗത്തിൽ നോക്കുകയോ സോഫ്റ്റ്വെയർ നോക്കുകയോ നമ്മൾ കണ്ടെത്തണം. പ്രധാന സാറിന് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. അശ്വതി, മകം, മൂലത്തിന്റെ ആദ്യത്തെ 15 നാഴികയും, ആയില്യം, കേട്ട, രേവതിയുടെ അവസാനത്തെ ഒരു 15 നാഴികയും. ഇത് നമ്മൾ നോക്കുന്ന സ്ഥലം നമ്മുടെ ഈ മാരേജിന്റെ പൊരുത്തത്തിന്റെ സമയത്താണ് ഇതൊക്കെ നമ്മൾ നോക്കുന്നത്? അല്ല, മാരേജിനല്ല സാറേ. അത് അതായത് ഇത്രയേ ഉള്ളൂ, ഗണ്ടാന്തത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ അത് അല്പായുസാണ്. അതില് പിന്നെ പറയും, ഈ പഴയ ജ്യോതിഷന്മാർ, പഴയ അപ്പൂപ്പന്മാരൊക്കെ പറയും കാവാലിക്കാലാണ് ഏറ്റവും ദോഷം. എന്താണ് കാവാലിക്കാൽ എന്ന് പറഞ്ഞാൽ? കാലിന് അപ്പൊ നമ്മൾ പറഞ്ഞു 15 നാഴിക എന്ന് പറഞ്ഞു. ആദ്യത്തെ അശ്വതി നക്ഷത്രമാണെങ്കിൽ അതിന്റെ 15 നാഴിക എന്ന് പറഞ്ഞു. ആ 15 നാഴികയെ 4 ഭാഗിക്കാമെങ്കിൽ ഒരു 1/4 ഭാഗം എത്ര വരും? 15ന്റെ പകുതി 7.5. അപ്പൊ പകുതി 7.5യുടെ പകുതി എത്രയായി? 3.25. അപ്പൊ അശ്വതി നക്ഷത്രത്തിന്റെ തുടക്കത്തിൽ 3.25 നാഴിക, അതിനെ പറയും കാവാലിക്കാൽ. കാവാലിക്കാലിലാണ് ജനനമെങ്കിൽ തീർത്തും പറയാം എന്താണ്? അല്പായുസ.
അതേപോലെ ആയില്യം കേട്ട രേവതിയുടെ അവസാനത്തെ 15 നാഴികയുടെ അവസാനത്തെ കാവാലിക്കാൽ, അതായത് 3.25 നാഴിക, അതും ഏറ്റവും ദോഷമേറിയ ഗണ്ടാന്തമാണ്. സർ, ഈ നാഴിക അല്ലെങ്കിൽ പാദം നാഴിക കണക്കാക്കുന്നത് ഉദയസമയം തൊട്ടല്ലേ കണക്കാക്കുന്നത്? എല്ലാ നല്ല പഞ്ചാംഗങ്ങളിലും നക്ഷത്രത്തിന്റെ തുടക്കം എത്ര നാഴിക എത്ര വിനാഴികയെന്നും അത് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എന്നുള്ള വിവരങ്ങൾ പഞ്ചാംഗത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം. നാഴിക വിനാഴികയുണ്ട്, മണിക്കൂർ മിനിറ്റും ഉണ്ട്. ഓക്കെ സർ. പറയണം സാർ, പറയണം. സർ, ആയില്യം രണ്ടാമത്തെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ആയില്യം കേട്ട രേവതി. രേവതി അതിന്റെ എത്രാമത്തെ? അവസാനത്തെ ഏറ്റവും ഈ നമ്മൾ പറഞ്ഞല്ലോ, ആയില്യം കേട്ട രേവതി എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ അവസാനത്തെ 15 നാഴികയാണല്ലോ. അതിന്റെ അവസാനത്തെ 3.25 നാഴികയാണ് ഏറ്റവും ദോഷം. അശ്വതി മകം മൂലത്തിന്റെ ആദ്യത്തെ 3.25 നാഴികയാണ് ദോഷം. ദോഷം എന്ന് പറഞ്ഞാൽ വളരെ ദോഷം. അപ്പൊ ഈ ഗണ്ടാന്തം എന്ന് പറയുന്നത് നക്ഷത്ര ഗണ്ടാന്തം മാത്രമല്ല, രാശി ഗണ്ടാന്തവും തിഥി ഗണ്ടാന്തവും. സാധാരണ ഈ തിഥി ഗണ്ടാന്തം ഉപയോഗിക്കുന്നത് ഈ ദേവപ്രശ്നം കാര്യങ്ങൾക്കാണ്, നമ്മൾ സാധാരണ രീതിയിൽ എടുക്കാറില്ല. പക്ഷെ രാശി ഗണ്ടാന്തം എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കുക, ഒരു രാശിയുടെ 5 ഡിഗ്രിക്ക് താഴെ ഒരു ലഗ്നം വരുന്നത് മേടം രാശിയുടെ 4ാമത്തെ ഡിഗ്രിയിലാണ്, അല്ലെങ്കിൽ മേടം രാശിയുടെ 27ാമത്തെ ഡിഗ്രിയിലാണ്. അപ്പം എന്താണ്, രാശിയുടെ ഒന്നുകിൽ തുടക്കം അല്ലെങ്കിൽ അന്ത്യം. അപ്പൊ അങ്ങനെ ഒരു ലഗ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മേടം രാശിയുടെ ആദ്യത്തെ 3 ഡിഗ്രിയിലാണ് ജനനമെങ്കിൽ ആ കുട്ടി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മേടം രാശിയുടെ ഗുണങ്ങളല്ല, മീനം രാശിയുടെ സ്വാധീനമായിരിക്കും ഉണ്ടാവും. കാര്യം എന്താണ്, മേടം രാശിയിലേക്ക് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കഴിഞ്ഞു നിൽക്കുന്ന ഏതാണ്? മീനം രാശിയാണ്. അതേപോലെ മേടം രാശിയുടെ 27ാമത്തെ ഡിഗ്രി ആണെങ്കിൽ അയാളെ സ്വാധീനിക്കുന്നത് ഇടവൻ രാശിയുടെ സ്വാധീനമാണ്. കാരണം രാശിയുടെ ബ്രിമ്മിലാണ്. അതും ഒരു ഗണ്ടാന്തമാണ്. അപ്പോൾ രാശി ഗണ്ടാന്തവും നക്ഷത്ര ഗണ്ടാന്തവും വരുന്നത് വളരെ ദോഷകരമാണ്. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ 2ാമത്തെ ചാപ്റ്റർ പോലുള്ള കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ വൈകാണ്ടായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ അടുത്ത് വരുന്ന ചാപ്റ്ററുകളിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ആ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. അതായത് സൂര്യനും ചന്ദ്രനും ഒഴികെ മറ്റ് ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തിൽ 2 രാശികളിൽ വീതം ആധിപത്യമുണ്ട്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും ആ രാശിയാധിപത്യത്തിന് പറയുന്ന പേരാണ് സ്വക്ഷേത്രം, അല്ലെങ്കിൽ സ്വന്തം വീട്. അപ്പൊ ഈ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് പകുതി ബലം എന്ന് പറയും. അപ്പം സൂര്യന്റെ സ്വക്ഷേത്രം ചിങ്ങം രാശിയും ചന്ദ്രന്റെ സ്വക്ഷേത്രം കർക്കിടകം രാശിയുമാണ്. അപ്പോ ചിങ്ങം മുതൽ മുൻപിലേക്കുള്ള 6 രാശികളെ സൗരരാശികളെന്നും, അല്ലെങ്കിൽ സൂര്യന്റെ സ്വാധീനത്തിലുള്ള രാശികളെന്നും, കർക്കിടകം മുതൽ പിറകിലേക്കുള്ള 6 രാശികളെ ചാന്ദ്രരാശികളെന്നും പറയും. അപ്പോൾ സൂര്യന്
ചിങ്ങം രാശിയും ചന്ദ്രന് കർക്കടകം രാശി. അടുത്ത് വരുന്നത് ചൊവ്വയ്ക്കാണ്. ചൊവ്വയ്ക്കാണെങ്കിൽ മേടം വൃശ്ചിക രാശി, അതായത് ചന്ദ്രൻ ഭരിക്കുന്ന മേടം രാശിയും സൂര്യൻ ഭരിക്കുന്ന വൃശ്ചികം രാശിയും ചൊവ്വയ്ക്ക് സ്വക്ഷേത്രമാണ്. അതേപോലെ ബുധനാണെങ്കിൽ ചന്ദ്രൻ ഭരിക്കുന്ന മിഥുനം രാശിയും സൂര്യൻ ഭരിക്കുന്ന കന്നി രാശിയും സ്വക്ഷേത്രമാണ്. അതേപോലെ വ്യാഴക്കാണെങ്കിലോ ചന്ദ്രൻ ഭരിക്കുന്ന മീനം രാശിയും സൂര്യൻ ഭരിക്കുന്ന ധനുരാശി. അതേപോലെ ശുക്രനാണെങ്കിൽ ചന്ദ്രൻ ഭരിക്കുന്ന ഇടവം രാശിയും സൂര്യന്റെ തുലാം രാശിയും. ശനിക്കാണെങ്കിൽ ചന്ദ്രന്റെ കുംഭൻ രാശിയും സൂര്യന്റെ മകരം രാശിയും സ്വക്ഷേത്രങ്ങളാണ്. സ്വക്ഷേത്രം കഴിഞ്ഞാൽ അടുത്ത വരുന്നത് മൂലക്ഷേത്രമാണ്. അപ്പൊ സൂര്യന്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങൻ രാശി തന്നെ. ചന്ദ്രന്റെ സ്വക്ഷേത്രം കർക്കടകമാണെങ്കിലും മൂലക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ഇടവം രാശിയാണ്. ചൊവ്വയ്ക്ക് മേടം വൃശ്ചികം രാശികൾ സ്വക്ഷേത്രം പറഞ്ഞുവെങ്കിലും ചൊവ്വയുടെ മൂലക്ഷേത്രം എന്ന് പറഞ്ഞാൽ മേടം രാശിയാണ്. അതേപോലെ ബുധന് മിഥുനം കന്നി രാശികൾ സ്വക്ഷേത്രം പറഞ്ഞുവെങ്കിലും ബുധന്റെ മൂലക്ഷേത്രം കന്നി രാശിയാണ്. വ്യാഴന് മീനം ധനുരാശികൾ സ്വക്ഷേത്രം പറഞ്ഞുവെങ്കിലും ധനുരാശിയാണ് വ്യാഴന്റെ മൂലക്ഷേത്രം. ശുക്രന് ഇടവം തുലാം രാശി പറഞ്ഞു. അപ്പോ ഇടവൻ രാശി ചന്ദ്രൻ കൊണ്ടുപോയി, ഇനി ബാക്കിയുള്ളത് ഏതാണ്? തുലാം രാശിയേ ഉള്ളൂ. അപ്പോ ശുക്രന്റെ മൂലക്ഷേത്രം തുലാം രാശിയാണ്. അടുത്ത് വരുന്നത് ശനിക്ക് മകരം കുംഭൻ രാശികൾ സ്വക്ഷേത്രം പറഞ്ഞു. കുംഭൻ രാശിയാണ് ശനിയുടെ സ്വക്ഷേത്രം അല്ല മൂലക്ഷേത്രം. അപ്പൊ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനും ഒക്കാൽ ബലം. അപ്പൊ ഒരു ജനന സമയത്ത് ശനി മകരത്തിലാണോ നിൽക്കുന്നതാണോ ബലം, അല്ലെങ്കിൽ കുംഭത്തിൽ നിൽക്കുന്നതാണോ ബലം? കുംഭത്തിൽ നിൽക്കുന്നു. ഇനി അടുത്ത് വരുന്നത് ഉച്ചക്ഷേത്രമാണ്. അപ്പോ സൂര്യന്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം പറഞ്ഞു. സൂര്യന്റെ ഉച്ചക്ഷേത്രം മേടം രാശിയാണ്. അതേപോലെ ചന്ദ്രന്റെ സ്വക്ഷേത്രം കർക്കടകം പറഞ്ഞു. ചന്ദ്രന്റെ മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും ഇടവം രാശിയാണ്. ചൊവ്വയ്ക്ക് ഉച്ചക്ഷേത്രം മകരം രാശിയും ബുധന്റെ ഉച്ചക്ഷേത്രം കന്നി രാശിയും വ്യാഴന്റെ ഉച്ചക്ഷേത്രം കർക്കട രാശിയും ശുക്രന്റെ ഉച്ചക്ഷേത്രം മീനം രാശിയും ശനിയുടെ ഉച്ചക്ഷേത്രം തുലാം രാശിയും. അപ്പോ ഉച്ചക്ഷേത്രം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. നീചക്ഷേത്രം, അതായത് എല്ലാ ഗ്രഹങ്ങളുടെയും ഉച്ചരാശിയുടെ 7ാമത്തെ രാശിയാണ് നീചക്ഷേത്രം. ഇപ്പൊ മേടത്തിൽ ഉച്ചനായ രവി തുലാം രാശിയിലേക്ക് വരുമ്പോൾ നീചനാവും. അതേപോലെ തുലാം രാശിയിൽ ഉച്ചനായ ശനി മേടം രാശിയിലേക്ക് വരുമ്പോൾ നീചനാവും. കർക്കടകം രാശിയിൽ ഉച്ചനായ വ്യാഴം മകരം രാശിയിൽ വരുമ്പോൾ നീചനാവും. മകരം രാശിയിൽ ഉച്ചനായി നിൽക്കുന്ന ചൊവ്വ കർക്കടകം രാശിയിൽ വരുമ്പോൾ നീചനാവും. അതേപോലെ മീനം രാശിയിൽ ഉച്ചനായി നിൽക്കുന്ന ശുക്രൻ കന്നി രാശിയിൽ വരുമ്പോൾ നീചനാകും. കന്നി രാശിയിൽ ഉച്ചനായി നിൽക്കുന്ന ബുധൻ മീനം രാശിയിലേക്ക് വരുമ്പോൾ നീചനാവും. പിന്നെയുള്ളത് ഇടവൻ രാശിയിൽ ഉച്ചനായ ചന്ദ്രൻ വൃശ്ചികം രാശിയിലേക്ക് വരുമ്പോൾ നീചനാകും. നീചനായ ഗ്രഹത്തിന് ഫലദാന ശേഷിയില്ല. ഇതാണ് ഗ്രഹങ്ങളുടെ സ്വക്ഷേത്ര, മൂലക്ഷേത്ര, ഉച്ചക്ഷേത്രങ്ങൾ. ഇത് ഗ്രഹങ്ങളും രാശിയും തമ്മിലുള്ള ബന്ധം. നമ്മളിപ്പോ പഠിച്ചത് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം. 27 നക്ഷത്രങ്ങളെ 12 രാശികൾക്കുള്ളിലേക്കാക്കുമ്പോൾ ഒരു രാശിക്കുള്ളിൽ 2.25 നക്ഷത്രങ്ങൾ വരും. അപ്പൊ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം നമ്മൾ നാഴികയിൽ പറഞ്ഞാൽ 60 നാഴിക, ശരാശരി 60 നാഴിക. അപ്പോ ഒന്നാം നാഴിക മുതൽ അല്ലെങ്കിൽ 1 മുതൽ 15 നാഴിക വരെ നക്ഷത്രത്തിന്റെ കാൽഭാഗം
15-ാമത്തെ നാഴിക മുതൽ 30-ാമത്തെ നാഴിക വരെ നക്ഷത്രത്തിന്റെ പകുതി, 30 മുതൽ 45 നാഴിക വരെ നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗം, 45 നാഴിക മുതൽ 60 നാഴിക വരെ നക്ഷത്രത്തിന്റെ 4-ാം ഭാഗം. ഇത് നാഴിക കണക്കിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു രാശിക്കുള്ളിൽ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം എത്രയെന്ന് കേട്ടാൽ നമുക്കറിയാം, ഒരു രാശിയുടെ ദൈർഘ്യം 30 ഡിഗ്രിയാണ്. ആ 30 ഡിഗ്രിയിൽ വരുന്ന രാശിയിൽ 2.25 നക്ഷത്രം വരുമ്പോൾ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം 13 ഡിഗ്രി 20 കലയാണ്. ഈ 13 ഡിഗ്രി 20 കലയുള്ള നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. 3:20 എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിന്റെ കാൽഭാഗം. ആ കാൽഭാഗത്തിനോട് ഒരു കാൽഭാഗമായ 3:20 കൂടി ചേർക്കുമ്പോൾ 6:40 എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി 40 ഭാഗ അല്ലെ എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിന്റെ പകുതി. ആ നക്ഷത്രത്തിന്റെ പകുതിയായ 6 ഡിഗ്രി 40 കലയോടുകൂടി ഒരു കാൽഭാഗമായ 3:20 കൂടി കൂട്ടുമ്പോൾ നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗം അല്ലെങ്കിൽ 10 ഡിഗ്രി. ആ 10 ഡിഗ്രിയോട് കാൽഭാഗം കൂടി കൂട്ടുമ്പോൾ 13 ഡിഗ്രി 20 മിനിറ്റ്. അങ്ങനെ മേടം രാശിയിലേക്ക് വരുമ്പോൾ അശ്വതി 13:20, ഭരണി 13:20 എന്ന് പറയുമ്പോൾ 26:40. ബാക്കിയുള്ളത് കാൽഭാഗമാണ്. അപ്പോൾ കാർത്തികയുടെ കാൽഭാഗം 3:20. ഇത്രയും കൂടി ചേർക്കുമ്പോൾ 30 ഡിഗ്രി ഫില്ലാവും. അങ്ങനെ നക്ഷത്രത്തിന്റെ 2.25 നക്ഷത്രം എന്ന് പറയുന്നത് മേടം രാശിയിലാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാല്, കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകരത്തിന്റെ അര, ഇടവം മകരത്തിന്റെ പകുതി. അങ്ങനെ അങ്ങനെ പറഞ്ഞ് ശീലിക്കണം, എങ്കിലേ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും. മകരത്തിന്റെ പകുതി, തിരുവാതിര, പുണർത്തിന്റെ മുക്കാല്, കർക്കടകം വരുമ്പം പുണർത്തിന്റെ കാല്, പൂയം, ആയില്യം, അവിടെ തീർന്നു. അടുത്ത് ചിങ്ങൻ രാശിയാണെങ്കിലോ മകം, പൂരം, ഉത്രത്തിന്റെ കാല്. കന്നീനാണെങ്കിലോ ഉത്രം മുക്കാല്, അത്തം, ചിത്തിരയുടെ അര. തുലാം രാശിയിലാണെങ്കിലോ ചിത്തിരയുടെ അര, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം. വൃശ്ചികൻ രാശിയിലാണെങ്കിലോ വിശാഖത്തിന്റെ കാൽഭാഗവും പിന്നെ അനിഴവും കേട്ടൈ, അവിടെ തീർന്നു. അടുത്ത് ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാല്. മകരൻ രാശിയിൽ ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടത്തിന്റെ അര. കുംഭൻ രാശിയിൽ അവിട്ടത്തിന്റെ അര, പിന്നെ ചതയം പൂരട്ടാതിയുടെ മുക്കാൽ. മീനൻ രാശിയിലാണെങ്കിൽ പൂരട്ടാതിയുടെ കാലും ഉത്രട്ടാതിയും രേവതി. ഈ ക്രമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ വരണം, പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വരണം. അപ്പോൾ ഒരാൾ പറയുന്നു, എൻ്റെ മകന്റെ ഭാര്യ പ്രസവിച്ചു അല്ലെങ്കിൽ മരുമകൾ പ്രസവിച്ചു, മൂലം നക്ഷത്രമാണ്. ഉടനെ നമുക്ക് മനസ്സിലാവും മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ധനുരാശിയിലാണ്. അപ്പോ ഏത് മാസം? കന്നിമാസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ വീണ്ടും നമുക്ക് ബോധ്യമായി, ചന്ദ്രൻ ധനുരാശിയിലും സൂര്യൻ ഏത് രാശിയിൽ? ഇപ്പൊ ഏത് മാസം? മലയാളം മാസം ഏത് മാസം? തുലാം മാസം. അപ്പൊ 2 ഹിന്റ് കിട്ടി അല്ലേ? അതെ. സൂര്യൻ നിൽക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിയിലെ സൂര്യൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തുലാം രാശിയിലെ സൂര്യൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? മേടം രാശിയിൽ ഉച്ചനായ സൂര്യൻ 7-ാമത്തെ രാശിയായ തുലാം രാശിയിലേക്ക് വരുമ്പോൾ നീചനാണ്. ഇനി അടുത്ത ചോദ്യം, അടുത്ത ഒരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ധനുരാശിയുടെ 9-ാം ഭാവാധിപനാര്? ധനു മുതൽ 9-ാമത്തെ ഹൗസിന്റെ ഓണർ ആരാണ്? ധനു മുതൽ 9-ാമത്തെ ഹൗസിന്റെ ഓണർ സൂര്യൻ. അപ്പൊ 9 കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഭാഗ്യം, ധർമ്മം, നമ്മളിലേക്ക് വരും. ഒരു സൂചന തന്നേ ഉള്ളൂ. ഭാഗ്യം, ധർമ്മം, ദയാ, പുണ്യം, തപസ്, താത, സുതാത്മജ. അവിടെ 9-ാം ഭാവം കൊണ്ട് അച്ഛനെയാണ് പറയുന്നത്. അപ്പം അച്ഛന്റെ കാര്യം എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കുമോ?
പിതാവിന്റെ സ്ഥാനം 9 സൂര്യൻ, അയാളെ നീചനായി. അപ്പോൾ പിതാവിനെ കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് നന്നായിരിക്കുമോ? മൂലക്ഷേത്രമല്ലേ, അപ്പൊ നന്നായിരിക്കില്ല. എങ്ങനെയാ തറ 9 എന്ന് പറഞ്ഞാൽ ചിങ്ങം, അത് എങ്ങനെ സൂര്യന്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാണ്. അതിന്റെ അധിപതിയായ സൂര്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ സൂര്യൻ വന്നിട്ട് തുലാവിൽ നിൽക്കുകയാണ്. തുലാത്തിൽ വന്നിട്ട് സൂര്യൻ വന്ന് നീചനാണ്. വന്നിട്ട് അയാൾക്ക് വന്ന് ഉപകാരം ചെയ്യത്തില്ല. അച്ഛനെ കൊണ്ട് ഉപകാരമില്ല. അച്ഛനെ കൊണ്ട് ഗുണം ചെയ്യില്ല. കാര്യം എന്താണ്? ഭാവാധിപൻ നീചനായി. അപ്പൊ നമ്മള് ഫലം പറയുന്ന രീതിയിൽ ചെറിയൊരു ഹിന്റ് നിങ്ങൾക്ക് തന്നതാണ്. അതെ, അതിങ്ങനെ കറങ്ങി വരണം, ഇത് മനസ്സിൽ വരണം. അപ്പൊ അതേപോലെ ചെറിയൊരു ചോദ്യം കൂടി. അനിഴം നക്ഷത്രത്തിൽ ജനനം. അനിഴം നക്ഷത്രത്തിലാണ് കുട്ടി ജനിച്ചത്. ഇന്നൊന്ന് വിചാരിച്ചു അനിഴം നക്ഷത്രത്തിൽ ജനിച്ചു. അനിഴത്തിന്റെ 9ാം ഭാവാധിപനാര്, അല്ലെങ്കിൽ അനിഴ നക്ഷത്രം ഏത് രാശിയിൽ വരുന്നു? വൃശ്ചികത്തിലോ? ഈ പറയുന്ന സാറ് ഈ തമിഴ് ബന്ധമുള്ള ആളാണ്? അപ്പൊ വൃശ്ചികം രാശി. വൃശ്ചികത്തിന്റെ 9 ആര്? ചന്ദ്രൻ. ചന്ദ്രൻ. ആ ചന്ദ്രൻ ഈ വൃശ്ചികം രാശി വരുമ്പോ എന്താണ് അവസ്ഥ? നീചൻ. അവിടെയും എങ്ങനെ പിതാവിനെ പറ്റി ഗുണം പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല സാറേ. 9ാം ഭാവാധിപൻ, ഇവിടെയും നീചൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അതായത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചു, 9ാം ഭാവാധിപനായ ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ നീചൻ. ഈ 9ാം ഭാവത്തിന്റെ കാരകൻ എന്ന് പറയുന്നത്, അതായത് അച്ഛന്റെ കാരകത്വമുള്ളത് സൂര്യനാണ്. ആ സൂര്യനും എന്താണ്? നീചനാണ്. അപ്പോ ഇങ്ങനെയുള്ള ജനനങ്ങൾക്കാണ് സാധാരണ, അത് ഗണ്ഡാന്തത്തിലും കൂടിയാണെങ്കിലോ രണ്ടുപേർക്കും കുഴപ്പം അതല്ല. നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കാം, ഭാര്യയെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ഭർത്താവ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വാഹനം ഇടിച്ച് മരണപ്പെടുക, അല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയം വൃക്ഷത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുന്നു മരിക്കുക. അങ്ങനെ അവസ്ഥ വരാം. കാര്യം വൃക്ഷത്തിന്റെ ശിഖരം ഒടിയുന്ന സമയത്ത് അയാൾ വാഹനത്തിൽ അവിടെ വരികയും അയാൾ മരണപ്പെടുകയും ചെയ്യണമെങ്കിൽ ശനിയുടെ ഒരു ഉപഗ്രഹമായ കാലൻ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹമുണ്ട്, ശനി. അത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് വിത്തിൻ മിനിറ്റുകളേ ഉള്ളൂ. ആ സമയത്താണ് ഒരു കുട്ടിക്ക് ജനനമെങ്കിൽ പിതാവിന് വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് വൃക്ഷത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണുള്ള മരണം സംഭവിക്കും. നമ്മൾ അപൂർവമായിട്ട് നമ്മൾ കേട്ട് കാണും അല്ലേ? അപ്പൊ നമ്മൾ അതിലേക്ക് അങ്ങനെ ഈ ജ്യോതിഷത്തിന്റെ ഉള്ളിലേക്ക് കൂടുതലാക്കി വരുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ ഭാഗ്യം പോലെ നമുക്കിന്ന് മഴ തകരാറൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു സർ.